തനേഷ്, നമ്മളോടൊപ്പം അശ്വിൻ പാലാഴിയുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന്. തനേഷ്. അശ്വിൻ, ഞാൻ ആ വാർത്താ സമ്മേളനം മുഴുവൻ കാണുകയായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഇടപെട്ടത് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, ആർക്ക് വേണമെങ്കിലും എന്നെ പിന്തുണയ്ക്കാം, അല്ലാതെ UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാൻ അദ്ദേഹം വൈമുഖ്യം കാണിച്ചുകൊണ്ടേ ഇരിക്കരുത്. നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്താണ് ജി സുധാകരൻ അവിടെ ആ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ഉണ്ട്? നിങ്ങളവിടെ മാധ്യമപ്രവർത്തകരാണ്, കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സമീപനം, അതായത് കർക്കശക്കാരനായ ഒരു നേതാവാണ് CPIM ജി സുധാകരൻ എന്ന് നമുക്കറിയാം. പക്ഷേ ആ കാർക്കശ്യവും കൊണ്ട് അമ്പലപ്പുഴയിൽ ഇങ്ങനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ സഹായിക്കുക? തനേഷ്, നിലവിൽ ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ വോട്ടുകളും സമാഹരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകരെ പിണക്കിയാൽ കോൺഗ്രസിന്റെ വോട്ട് കിട്ടില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു നിലപാട്, അത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായാൽ സന്തോഷം എന്നുള്ള നിലപാട് വലിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയപ്പോഴാണ് അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായത്. ഇന്നലെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു നിലപാട് അദ്ദേഹം തിരുത്തിയത്. പിന്നീട് ഇന്ന് വാർത്താ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ആ നിലപാട് താൻ തിരുത്തിയതല്ല, അത് ഈ വോട്ട് കിട്ടാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് അല്പം ബുദ്ധിമുട്ടാണ് എന്ന് മയപ്പെടുത്തി പറയുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് കോൺഗ്രസുകാരെയും പിണക്കാൻ കഴിയില്ല, CPM പ്രവർത്തകരെയും പിണക്കാൻ കഴിയില്ല, രണ്ടു വിഭാഗത്തിനെയും വോട്ട് വേണം എന്നുള്ളൊരു തന്ത്രമാണ് ജി സുധാകരൻ നിലവിൽ അവിടെ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം സ്വകാര്യമായ പല സന്ദർശനങ്ങളും ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പൊതുവായ പരിപാടികൾ, അതായത് പൊതു തെരഞ്ഞെടുപ്പ് യോഗങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ പോലും പരമാവധി ആളുകളെ നേരിൽ കാണാനുള്ള പരമാവധി ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. കാലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ മറന്നുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം വാഹനത്തിൽ മണ്ഡലത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത സാമുദായിക നേതാക്കളെയൊക്കെ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളെ പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ അത് മനസ്സിലാക്കുന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ വിവാദം ഉണ്ടാകുമ്പോഴും ജി സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ത് എന്നറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പറവൂരുള്ള നവനീതം വീട്ടിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഗേറ്റ് പോലും തുറക്കാൻ അദ്ദേഹമോ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ആളുകളോ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്ന് പക്ഷേ അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടായിരുന്നു. അത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മരണവുമായി കാണാതായതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അതിനുവേണ്ടി അവിടേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചത്. അതിൽ വളരെ അസഹിഷ്ണുതയോടെ പെരുമാറുന്ന ജി സുധാകരനെയാണ് നമുക്ക് കാണാനായത്. ഈ റോഡും പാലവും ഒക്കെ ഉണ്ടാക്കിയത് സർക്കാരല്ലേ എന്ന പാർട്ടി ചാനലിന്റെ പ്രതിനിധി ചോദിച്ച ചോദ്യത്തോട് എത്ര മോശമായാണ് ജി സുധാകരൻ സംസാരിച്ചത് എന്ന വാക്കിൽ കേൾക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട്, വീട്ടിലിരിക്കുന്നവരെ പോലും പറഞ്ഞുകൊണ്ടായിരുന്നു ജി സുധാകരൻ അതിന് മറുപടി നൽകിയത്. സർക്കാരോ, എന്ത് സർക്കാർ എന്നുള്ള ചോദ്യമാണ്. ആ പാലവും റോഡും ഒക്കെ ഉണ്ടാക്കിയത് താനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ കൈവിട്ടു പോകാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാധ്യമങ്ങളെ പരമാവധി കാണേണ്ട എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഭാഷയും ആ ശൈലിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മറുപടി പറയാതിരിക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകരെ, അവരുടെ കുടുംബത്തെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്ഷേപം അത് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ ചോദ്യം, അശ്വിൻ, എന്താണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി? ഈ ജി സുധാകരൻ എഫക്റ്റ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചലനമുണ്ടാക്കുന്നുണ്ടോ? നിലവിൽ ജി സുധാകരൻ പരസ്യമായ ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിനുള്ള പിന്തുണ എത്രത്തോളം എന്ന് വിലയിരുത്താനോ അത് അളക്കാനോ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. ജി സുധാകരൻ പറയുന്നു അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ട്, താൻ ജനകീയ സ്ഥാനാർത്ഥിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നതല്ലാതെ എന്താണ് അദ്ദേഹത്തിന് അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ള ഒരു ഡെപ്ത്, അദ്ദേഹത്തിന്റെ പിന്തുണയുടെ ഡെപ്ത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. പക്ഷേ ജി സുധാകരനെ രാഷ്ട്രീയമായി കൃത്യമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന്, CPM പ്രത്യേകമായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അമ്പലപ്പുഴയിൽ നമുക്ക് കാണാനാകുന്നത്. അതായത് ജി സുധാകരനെതിരെ പാർട്ടി ഒരു വലിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നു, ഒരു വലിയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നു. അതിൽ പാർട്ടിയുടെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ജനവികാരം, ഒരു പാർട്ടി എന്നുള്ള വികാരം ഉണർത്തിയെടുക്കാൻ ആ ഒരു ഒറ്റ പരിപാടിയിലൂടെ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നുണ്ടായ പ്രതികരണമൊക്കെ ഏറ്റവും താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകർ മുതൽ അന്ന് ഈ സംഘടനയുടെ നിലവിൽ ആലപ്പുഴയുടെ ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വരെ അശ്വിൻ പാലാഴിയാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഗവഞ്ചകൻ
വർഗവഞ്ചകൻ എന്നൊക്കെയുള്ള ബാനറുകൾ ജി സുധാകരൻ ഈ പാർട്ടി വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. പക്ഷേ നേതാക്കളൊന്നും തന്നെ ജി സുധാകരൻ ആ നിലയിൽ വിശേഷിപ്പിക്കുകയോ അങ്ങനെ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എതിരാളികളുടെ കോടാലിക്കൈയായി ജി സുധാകരനെ പോലുള്ളവർ മാറി. വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ജി സുധാകരൻ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ അതൊന്നും ജി സുധാകരൻ മനസ്സിലാക്കിയില്ല എന്നാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യം, എന്തിനാണ് മാധ്യമ പ്രവർത്തകരോടൊക്കെ ഈ തരത്തിലുള്ള ഒരു അസഹിഷ്ണുത ജി സുധാകരൻ വെച്ച് പുലർത്തുന്നതെന്നാണ്. നമുക്ക് ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. അതിനിടയിലാണ് ഇവിടെ ജി സുധാകരൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. UDF-ന്റെ പിന്തുണയുണ്ട്. കോൺഗ്രസിന് വലിയ നേരത്തെ ജി സുധാകരൻ ഈ CPM-നെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് ജി സുധാകരനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി കണ്ട ശേഷം തിരികെ വരാം. UDF അദ്ദേഹത്തിന് പിന്തുണ നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ അല്ലേ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാവരുടെ വോട്ട് ചോദിക്കും. എല്ലാവരുടെയും വോട്ട് ആവശ്യമുണ്ട്. അത് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു കാര്യമായി അത് കണ്ടാൽ മതി. അപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോപു നന്ദിലെ ജിമാട്ട് ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് ആണ്. നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടി എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ജി സുധാകരൻ ഇഫക്റ്റ് അമ്പലപ്പുഴയിൽ ഉണ്ടാകുമോ, അത് കേരളമാകെ വ്യാപിക്കുന്ന ഒന്നായി മാറുമോ, ജി സുധാകരന്റെ അസഹിഷ്ണുതയുടെ കാരണങ്ങൾ എന്തായിരിക്കാം, ജി സുധാകരന്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇക്കുറി എന്തൊക്കെയായിരിക്കാം. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ഇറാന്റെ ആക്രമണത്തിൽ സൗദിയിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. റിയാദിലാണ് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. മാർച്ച് 18-ാം തീയതിയായിരുന്നു സംഭവമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്ന ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. എനിക്കൊന്ന് ദിലീപ്, അത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.